കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിനെതിരെ നേതാക്കളെ പ്രതികളാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. കെ സുധാകരനെ 1 വി.ഡി. സതീശനെ 2 പ്രതിയാക്കിയാണ് കേസ്. രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, പാലോട് രവി, ജെ.ബി. മേത്തർ എന്നിവരും പ്രതികളാണ്. കണ്ടാലറിയാവുന്ന 500ഓളം പ്രവർത്തകർക്കെതിരെയും കേസുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ്. കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റായി വ്യാഖ്യാനിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ദില്ലിയിൽ മോഡി പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർ, മാധ്യമപ്രവർത്തകർ ഇവരുടെയെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസെടുക്കുന്നു അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ കേസെടുക്കുന്നു, ഇവിടെ. അപ്പൊ എന്താണ് വ്യത്യാസം? നമ്മുടെ ദേശീയ തലത്തിൽ ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും അങ്ങേയറ്റ അപലപനീയ കാര്യം. മാധ്യമപ്രവർത്തകർ നമുക്കെതിരായി റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അനുകൂലമായിരിക്കും, ചിലപ്പോൾ പ്രതികൂലമായിരിക്കും. ഇന്ന് അനുകൂലം പറയും, നാളെ ചിലപ്പോൾ പ്രതികൂലം പറയും. അനുകൂലം പറയുമ്പോൾ ഒക്കെ നല്ല മാധ്യമപ്രവർത്തകർ, പ്രതികൂലം പറഞ്ഞാൽ അല്ല മോശം തൊണ്ടവരുടെ കേസെടുക്കുകയാണോ ചെയ്യേണ്ടത്? സത്യത്തിൽ നിങ്ങൾ ആലോചിക്കട്ടെ. ഞങ്ങൾ ഇന്നലെ ഡൽഹിയിലായിരുന്നു, ഒന്നിച്ച് പ്രതിഷേധിച്ച യെച്ചൂരി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു പ്രതിഷേധം. എന്തായിരുന്നു പ്രതിഷേധം? നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയിട്ട് ഭരണനിർവഹണം നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ 147 MP-മാരെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത്. 147 MP-മാർ. അത് ഇന്ത്യൻ ചരിത്രം കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തിനാണ്? സെക്യൂരിറ്റി ബ്രീച്ച് നടത്തി MP-ക്കെതിരെ നടപടിയില്ല. ഗ്യാസ് സിലിണ്ടർ അടക്കം കൊണ്ടുവന്നിട്ട് പുക സൃഷ്ടിച്ച ആളുകളെ കടത്തിവിട്ട MP-ക്കെതിരെ നടപടിയില്ല. ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട, ഗവൺമെന്റ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട 147 MP-മാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ പാർലമെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനം അവിടെ നടക്കുകയാണ്. ഇവിടെ എന്താണ് വ്യത്യാസം? പിന്നെ അതേ നടപടിയല്ല ഇവിടെയും. ഞാൻ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച് നോക്കി. അവിടെ പത്രപ്രവർത്തകർ ആരെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചാൽ അപ്പം അവരകത്തായിരിക്കും. ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആദ്യം ഏഷ്യാനെറ്റിന്റെ അഖിലാനന്ദകുമാറിനെതിരെ വന്നു, ഇന്ന് News 24-നെതിരായിട്ടും വന്നിരിക്കുന്നു. പത്രപ്രവർത്തകർക്കെതിരെ കേസ്. രാഷ്ട്രീയ നേതാക്കന്മാർ മോഡിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ പിന്നാലെ ED അയക്കും, CBI അയക്കും, അകത്താക്കും, ജയിലിലാക്കും, പേടിപ്പിക്കും. ഇവിടെ സർക്കാരിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ടീർഗാസ് ഷെല്ല്, കേസ്, ലാത്തി ചാർജ്, ഗൺമാനെ ഉപയോഗിച്ച് വരെ തല്ലും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ അവകാശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതികൾ സ്വീകരിക്കുകയാണ്. ഇപ്പൊ ക്രിമിനൽ ബില്ല് പുതിയതായിട്ട് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുക പ്രതിപക്ഷമില്ലാതെ. ആ ക്രിമിനൽ ബില്ലിൽ ആൾക്കൂട്ട ആക്രമണത്തിന്റെ പേരിൽ എത്ര പേരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം, കസ്റ്റഡിയിലെടുക്കാം. കസ്റ്റഡി പോലും, പോലീസ് കസ്റ്റഡി പോലും കൂട്ടിക്കൊടുക്കാനുള്ള നിയമമാണത്. ഇപ്പൊ ഇവർക്ക് സൗകര്യമായി മോഡിയുടെ നിയമം. അപ്പോൾ എന്താണോ മോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ചെയ്യുന്നത്, അതെല്ലാം അതേപടി ആവർത്തിക്കുന്ന രീതി എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരും എന്ന് പിണറായി വിജയനാണ് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള പോക്ക് വളരെ ഗൗരവതരമായിട്ട് കാണും പാർട്ടി. ഞങ്ങളുടെ PCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള CWC മെമ്പർ അടക്കമുള്ള ആൾക്കെതിരെ നടത്തിയ ആക്രമണം അത് നിസ്സാരമായി കാണാൻ പാർട്ടിക്ക് കഴിയില്ല. മാരിയിരിക്കുന്നിടത്തേക്ക് ടീർഗാസ് ഷെല്ല് എറിയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതും 27 തവണയങ്ങായിട്ടാണ് നടന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തെ കൃത്യമായിട്ടും ഒരു പോലീസ് രാജ്യമാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി. മുഖ്യമന്ത്രി, സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്തുണ്ടാകുമ്പോൾ പോലീസാണ് സംയമനം പാലിക്കുക. ഇത്തരം അക്രമങ്ങളും